നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വരന്തരപ്പള്ളി കുന്നത്തൂപ്പാടത്ത് 3 വീടുകൾക്ക് നേരെ ആക്രമണം. അന്തിരി വീട്ടിൽ ബിജു, സഹോദരൻ ജിജു, കളത്തിപ്പറമ്പിൽ ഷാജു എന്നിവരുടെ വീടുകൾക്ക് നേരെയാണ് സാമൂഹ്യവിരുദ്ധരുടെ ആക്രമണമുണ്ടായത്. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. ഷാജുവിൻ്റെ വീട്ടിലെ നക്ഷത്രങ്ങൾ, ചവിട്ടി, ചെടിച്ചട്ടി എന്നിവയും ബിജുവിൻ്റെയും ജിജുവിൻ്റെയും വീടുകളിലെ സൈക്കിളുകളും നക്ഷത്രങ്ങളും നശിപ്പിച്ചിരുന്നു. വൈദ്യുതി ഫ്യൂസ് ഊരിമാറ്റിയ നിലയിലായിരുന്നു. കൂടാതെ പൈപ്പിൻ്റെ ടാപ്പ് തുറന്നുവിടുകയും ചെയ്തു. ശബ്ദം കേട്ട് വീട്ടുകാർ ഉണർന്നപ്പോഴാണ് വിവരം അറിയുന്നത്. തുടർന്ന് വീട്ടുകാർ വരന്തരപ്പള്ളി പോലീസിൽ വിവരമറിയിച്ചു. നാട്ടുകാരും പോലീസും ചേർന്ന് നടത്തിയ പരിശോധനയിൽ കനാലിൽ നിന്ന് ചെരുപ്പുകളും മറ്റ് സാധനങ്ങളും സൈക്കിളുകളും കണ്ടെത്തി. CCTV ദൃശ്യം അടക്കമുള്ളവ ശേഖരിച്ച് പോലീസ് സംഭവത്തിൽ അന്വേഷണം നടത്തിവരികയാണ്. ഞങ്ങൾ നേരം വെളുത്ത് എനിക്ക് വന്നപ്പോഴേ 3 ചവിട്ടി, 2 ചെടിച്ചട്ടി, 2 ചെരുപ്പ്, ഇതൊന്നും കാണാനില്ല. അത് അങ്ങോട്ട് കയറി നോക്കിയപ്പോൾ റോഡിൻ്റെ അവിടെ ആ സൈഡിൽ ആ കാടിൻ്റെ ഉള്ളിൽ കിടക്കണം. അതൊക്കെ കിട്ടി. ഇന്നലെ രാത്രി 12 മണിക്ക് ശേഷമാണ് ഇവിടെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അറിഞ്ഞത് ഇവിടെ ഫ്യൂസ് ഊരിണ്ട് പോയിണ്ടായിരുന്നു. ഞങ്ങൾ കറണ്ട് പോയപ്പോൾ നോക്കിയപ്പോഴാണ് ഇതൊക്കെ കണ്ടത്. നമ്മുടെ സ്റ്റാർ ഊരിയിട്ട് പോയിണ്ടായി, ഫ്യൂസ് ഊരിണ്ട് പോയി. അതുപോലെ ചെരുപ്പുകൾ, ചവിട്ടി, ഇതെല്ലാം അപ്പുറത്തെ കാനയിലേക്കും പറമ്പുകളിലേക്കായിട്ട് അവരെറിഞ്ഞ് കളഞ്ഞേക്കായിരുന്നു. പിന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചു. അവർ ഇന്നലെ രാത്രി വന്നു. പിന്നെ രാവിലെ വന്ന അന്വേഷണത്തിന് ശേഷമാണ് സൈക്കിളും ബാക്കി ചെരുപ്പുകളൊക്കെ നമുക്ക് ഓപ്പോസിറ്റ് പറമ്പിൽ നിന്നെല്ലാം കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതാരെ എന്താണെന്ന് ചെയ്തത് അറിയില്ല നമുക്കാർക്കും. എൻ്റെ പേര് ലിൻഡ. എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. ഇതേ സെയിം കാര്യങ്ങൾ തന്നെയാണ് എൻ്റെ വീട്ടിൽ നടന്നത്. മോൻ്റെ സൈക്കിൾ ഇതുപോലെ തന്നെ പോയി ഫീസ് ഊരി കൊണ്ടുപോയി. പിന്നെ ടാപ്പിൽ പുറത്ത് വെള്ളം തുറന്ന് വിട്ടേക്കായിരുന്നു. പോലീസുകാരപ്പം ഞങ്ങൾ വിവരം അറിയിച്ചു. അവർ വന്ന് നോക്കിയായിരുന്നു. പിന്നെ ഇന്ന് രാവിലെയാണ് സൈക്കിൾ തോട്ടിൽ നിന്നൊക്കെ കിട്ടിയത്. ബാക്കി പറമ്പിൽ നിന്നൊക്കെയാണ് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ കിട്ടിയത്. ആരാന്ന് നമുക്ക് ഇതുവരെ അറിയില്ല. സംശയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നമുക്ക് ഒന്നും പറയാൻ പറ്റാത്ത രീതിയിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഇതും സ്വന്തം ചേട്ടൻ്റെ വീടാണ്. ചേട്ടൻ്റെ അനിയൻ്റെ വീട്ടിലാണ് ഈ കാര്യങ്ങൾ നടന്നേക്കുന്നത്. എൻ്റെ പേര് മനു. ഞാൻ ഇവരുടെ അയൽവാസിയാണ്. അപ്പോൾ ഇവർ ഫസ്റ്റ് പറഞ്ഞ് മോഷണ സൈക്കിളും കാര്യങ്ങളും മോഷണമൊക്കെ പോയി എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒന്ന് അന്വേഷിക്കാനായിട്ട് അവിടെ പരിസരത്തൊക്കെ പറമ്പുകളിൽ ഒന്ന് നോക്കാനായിട്ട് ഇറങ്ങിയപ്പോഴാണ് ഒരു സൈക്കിള് പാലത്തിൻ്റെ അവിടെ നമ്മുടെ തൊട്ട് ലേശം നീങ്ങിയിട്ട് പാലത്തിൻ്റെ അവിടെ താഴത്തൊരു തോട്ടിൽ കിടക്കണുണ്ട്. പിന്നെ അവർ വീട്ടിലത്തെ സ്റ്റാറ് നമ്മൾ ക്രിസ്മസ് ആയിട്ട് സ്റ്റാറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വലിച്ച് പറിച്ച് പിന്നെ ഫ്യൂസ് ഊരിയിട്ടുണ്ടായിരുന്നു. ഫ്യൂസ് കാണാനില്ല. പിന്നെ ടാപ്പ് തുറന്നിട്ടിട്ട് വെള്ളം പോണ രീതിയിൽ ഓണാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഉദ്ദേശം ചിലപ്പോൾ അവർ പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശമായിരിക്കാം. പിന്നെ അവരുടെ ചേട്ടൻ്റെ വീട്ടിലും ഇതുപോലെ തന്നെ സൈക്കിൾ മോഷണം പോയിട്ടുണ്ട്. അതിപ്പോൾ സ്റ്റാറും അതുപോലെ ചെരുപ്പുകൾ, ചവിട്ടി കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിട്ടുണ്ട്. സൈക്കിളിപ്പോൾ അതിൻ്റെ ഒരു വീട് കഴിഞ്ഞിട്ട് ഒരു ഓപ്പോസിറ്റ് ഒരു പറമ്പിൽ നിന്നാണ് നമുക്ക് സൈക്കിൾ കിട്ടിയത്. ഞങ്ങളൊന്ന് അതുപോലെ തന്നെ ഒന്ന് തിരഞ്ഞു നോക്കിയപ്പോൾ സൈക്കിൾ അവിടുന്ന് കണ്ടു കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടുത്തെ ഫ്യൂസും വലിച്ചെറിഞ്ഞ് കാട്ടി കളഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ചെരുപ്പുകൾ അതിൻ്റെ ഓപ്പോസിറ്റുള്ള പറമ്പുകളിൽ നിന്ന് അവിടെ ഇവിടെ നിന്നൊക്കെയാണ് നമ്മൾ നോക്കിയപ്പോൾ കിട്ടിയത്. നെല്ലായിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 17.5 ലിറ്ററോളം ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവുമായി സ്ഥാനാർത്ഥി അറസ്റ്റിൽ. പറപ്പൂക്കര പഞ്ചായത്ത് 8ാം വാർഡിൽ ഓട്ടോറിക്ഷ ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥിയായ പന്തല്ലൂർ സ്വദേശി ചേന്നമംഗലത്ത് വീട്ടിൽ പോൾസനെയാണ് ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യം വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചതിന് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലാണ് മദ്യം പിടികൂടിയത്. കൊടകര പോലീസ് സ്റ്റേഷൻ SHO PK ദാസ്, SI MR കൃഷ്ണപ്രസാദ്, ഗ്രേഡ് ASI ഷീബ, ഗ്രേഡ് സീനിയർ CPOമാരായ അജി, സജീഷ് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വ്യാഴാഴ്ച അന്തരിച്ച യുവനടൻ അഖിൽ വിശ്വനാഥിന് ജന്മനാട് യാത്രാമൊഴിയേകി. സംസ്ഥാന അവാർഡ് നേടിയ ചോല ഉൾപ്പെടെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുള്ള അഖിൽ വിശ്വനാഥ് മറ്റത്തൂർ ചുങ്കാൽ പോൾസൻപടി ചെഞ്ചേരി വളപ്പിൽ വിശ്വനാഥിന്റെ മകനാണ്. സംസ്ഥാന സർക്കാരിന്റെ 2019 ചലച്ചിത്ര പുരസ്കാരം നേടിയ ചോല എന്ന സിനിമയിൽ നടൻ ജോജു ജോർജിനൊപ്പം പ്രധാന റോളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ ജാവ ഉൾപ്പെടെയുള്ള സിനിമകളിലും ടെലിഫിലിമുകളിലും അഭിനയിച്ചിട്ടുണ്ട്. വെനീസ് ഫിലിം ഫെസ്റ്റിവലിലേക്ക് ചോല തിരഞ്ഞെടുക്കപ്പെട്ടതിനെ തുടർന്ന് സംവിധായകൻ സനൽ ശശിധരനും മറ്റു താരങ്ങൾക്കുമൊപ്പം അഖിൽ വിശ്വനാഥ് വെനീസ് മേളയിൽ പങ്കെടുത്തിരുന്നു. ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ രതീഷ് വേഗ സംവിധാനം ചെയ്ത ടെലിഫിലിമിലാണ് സഹോദരൻ അരുണിനൊപ്പം
അഖിൽ ആദ്യമായി അഭിനയ രംഗത്തെത്തിയത്. ഈ ടെലിഫിലിമിലെ അഭിനയത്തിന് 2010 സംസ്ഥാന സർക്കാരിന്റെ മികച്ച ബാലതാരങ്ങൾക്കുള്ള ടെലിവിഷൻ അവാർഡ് ഇരുവരും നേടിയിരുന്നു. സിനിമാ പ്രവർത്തകരും സാമൂഹിക രാഷ്ട്രീയ രംഗങ്ങളിൽ നിന്നുള്ളവരും പരേതന്റെ വീട്ടിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. ഗീതയാണ് അമ്മ, സഹോദരൻ അരുൺ. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 22 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡൻ ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 12,160 രൂപ, പവന് 97,280 രൂപ. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.